ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം എല്ലാവരും ഇന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക, വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം സങ്കടത്തോടെ ഇരിക്കുന്ന സന്ദർഭത്തിലും പ്രയാസത്തോടു കൂടി ഇരിക്കുന്ന സന്ദർഭത്തിലും ഒക്കെ സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ അവിടെ ഉത്തമയായിട്ടുള്ളൊരു സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അവൾ ഭാവിയെ ഓർത്ത് പുഞ്ചിരി തൂകുന്നു എന്നാണ് പറയുന്നത്. അത് വരാൻ പോകുന്ന ദിവസങ്ങളെ ഓർത്ത്, വരാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത്, നമുക്ക് പ്രായാധിക്യം ഉണ്ടാകുന്ന കാലഘട്ടത്തെ ഓർത്തിട്ടൊക്കെ അവൾ പുഞ്ചിരി തൂകുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഒരു വിശ്വാസമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ അതിനൊക്കെ സാധ്യമായി തീരുകയുള്ളൂ. നിങ്ങളുടെ പ്രായം എത്ര കൂടുതലാണെങ്കിലും ഭാവിയിൽ എന്തൊക്കെ നെഗറ്റീവ്സ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്തകൾക്കപ്പുറമായിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ ഭാവി അനുഗ്രഹപ്രദമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നാളെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് അഭിമുഖീകരിക്കാം. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്കൊരു കോ സ്പോൺസറാണുള്ളത്. വടക്കാഞ്ചേരിയിൽ നിന്ന് ജ്യോതിർമണിയാണ്. താങ്ക് യു സിസ്റ്റർ ജ്യോതിർമണി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. UGCയിൽ നിന്ന് കർത്താവെ FIP ഓർഡർ വേഗത്തിൽ ലഭിച്ച് പ്രൊഫസർ ആയിട്ട് ജോലിക്ക് കയറുവാൻ ജ്യോതിർമണിക്ക് കർത്താവിൻ്റെ കൃപ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട ആ പോസ്റ്റ് യേശുവിൻ നാമത്തിൽ ആ മകൾ തിരിച്ചു പിടിക്കട്ടെ കർത്താവെ. അടുത്ത മാസം നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി കൂടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്യോതിർമണിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ അമേൻ. ഇന്നലെ ഓർപ്പിച്ച അതേ കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച പറവൂരിൽ വെച്ച് നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ശനിയാഴ്ച കൊല്ലത്താണ് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ടീം. അങ്ങോട്ട് മാർച്ച് ചെയ്യുകയാണ്. നിങ്ങൾ അവിടെ എത്തിച്ചേരുമല്ലോ അല്ലേ? കുറേ നാളായി എല്ലാവരെയൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ താല്പര്യമുണ്ട്. ദയവായി കടന്നു വരിക, രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ QR കോഡ് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് കാത്തിരിക്കുന്ന ആ സന്ദേശത്തിലേക്ക് തന്നെ വേഗത്തിൽ നമുക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ പഠന പരമ്പര തുടരുകയാണ്. ദ 7 ഏരിയാസ് ഓഫ് സക്സസ് ഇൻ ഹ്യൂമൻ ലൈഫ്. നമ്മൾ പലത് കണ്ടു കഴിഞ്ഞു അല്ലേ? 4ഓളം മേഖലകൾ കവർ ചെയ്തു. സ്പിരിച്വൽ ഗ്രോത്ത് നമ്മൾ കണ്ടു. ഒരു മനുഷ്യൻ്റെ ജീവിതം മൊത്തം വിജയത്തിലേക്ക് വരണമെങ്കിൽ ആത്മീയ ജീവിതത്തിൽ വിജയം വരണം, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണം, മെൻ്റൽ ഗ്രോത്ത് ഉണ്ട്, മനസ്സ് ഡെവലപ്പാകണം. 3-മത്തത് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് കണ്ടു. അതിനുശേഷം ഫാമിലി ലൈഫ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ വെൽബീയിങ് ആണ്, സാമ്പത്തികം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ ദരിദ്രനായി ജീവിച്ചു എന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, അത് പാപമല്ല. ഇറ്റ്സ് നോട്ട് സിൻഫുൾ ടു ലിവ് ഇൻ പോവർട്ടി. യേശു കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു എന്ന ദൈവകൃപ. പക്ഷെ അവിടെ ഒരു ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്, നമ്മെ സമ്പന്നരാക്കാൻ. 2 കൊരിന്ത്യർ 8:9 എൻ്റെ ഓർമ്മ. സോ യേശു കർത്താവ് സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഡിസൈനുണ്ട്. ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് കണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഡിസൈൻ അനുസരിച്ച് എല്ലാവരും ജീവിക്കാറില്ല. ദൈവം പറയുന്ന പോലെ ജീവിക്കാറില്ല. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാറില്ല. അവിടെയാണ് താളം തെറ്റുന്നത്. അവിടെയാണ് ജീവിതം മീനിങ്ലെസ് ആയി പോകുന്നത്. ഈ ഭൂമിയിൽ ഏതെല്ലാം മേഖലകളിൽ എത്ര വലിയ വിജയം കൈവരിച്ചാൽ, ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും നല്ല നീന്തൽ താരമായി നിങ്ങൾ മാറി, ലോകത്തിലെ ഏറ്റവും വലിയ പൈലറ്റായി നിങ്ങൾ മാറി, ഗിന്നസ് ബുക്കിൽ പേരെടുത്തു, ഗ്രാമി അവാർഡുകൾ ലഭിച്ചു, ഈ ഭൂമിയിൽ പല പതക്കങ്ങളും അല്ലെങ്കിൽ മെഡലുകളൊക്കെ കിട്ടി. എന്നാൽ ജീവിതത്തിൻ്റെ പല പല മേഖലകളിൽ തകർന്നു കിടക്കുകയാണെങ്കിൽ മൊത്തം ജീവിതം വിജയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അതുപോലെ സാമ്പത്തികം എന്ന
ഒരു മേഖലയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഫൈനാൻഷ്യൽ വെൽബീയിങ് ഇൻക്ലൂഡ്സ് വിസ്ഡം ഫോർ സ്റ്റുവർഷിപ്പ്, പ്രൊവിഷൻ, ജനറോസിറ്റി ആൻഡ് ഗോഡ്സ് ബ്ലെസ്സിങ് ഓവർ അവർ ഫൈനാൻസസ്. ചിലർ ഭയങ്കരമായ ഡിഗ്രികൾ എടുക്കുന്നു, നല്ല ജോലിയാണ്. എനിക്കറിയാം ചില ആളുകൾ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ഉയർന്ന ശമ്പളം മേടിക്കുന്നവരാണ്, പക്ഷെ കടത്തിലെപ്പോഴും എവിടേക്കോ താളം തെറ്റി ആവശ്യമില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ നടത്തി അനാവശ്യമായി പലതിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട് എത്ര ഇനി ശമ്പളം കിട്ടിയാലും ഇനി ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്താലും വീട്ടാൻ പറ്റാത്ത കടമുണ്ടാക്കി വയ്ക്കുന്നു. അത് കുടുംബം മുഴുവൻ സഹിക്കേണ്ടി വരുന്നു. ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളെല്ലാം ശപിക്കപ്പെടും, അതെല്ലാം അബോർട്ടായി പോകും. ഇവിടെ ഒരിക്കൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വളരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ പറഞ്ഞൊരു കമൻ്റ് ഇതാണ്: ഐ കനോട്ട് ബി പുവർ, പോവർട്ടി ഈസ് നോട്ട് നോബിൾ ഓർ ഡിഗ്നിഫൈങ്. എനിക്ക് ദരിദ്രനായി ജീവിക്കാൻ സാധ്യമല്ല. കാരണം ദാരിദ്ര്യം എന്ന് പറയുന്നത് കുലീനമായൊരു കാര്യമോ അന്തസ്സുള്ളൊരു കാര്യമോ അല്ല. സദൃശവാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ എളിയവൻ നിലവിളിച്ചു. പക്ഷേ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന എളിയവൻ എന്നുള്ള ഹമ്പിൾ എന്നുള്ള അർത്ഥത്തിലല്ല. ദിസ് പുവർ മാൻ ക്രൈഡ്, നോബഡി ഹേർഡ്. ഈ ദരിദ്രൻ നിലവിളിച്ചു, ആരും കേട്ടില്ല. അതായത് ഒരു ദരിദ്രൻ കരയുമ്പോൾ കേൾക്കാൻ ആരുമില്ല. ബട്ട് ദ റിച്ച് പീപ്പിൾ ഹാവ് എ വോയിസ്. യേശുവിൻ്റെ ഡെഡ് ബോഡി ക്രൂശിൽ നിന്ന് ഇറക്കിയിട്ട് അതിൻ്റെ പെർമിഷൻ മേടിക്കാൻ വേണ്ടി, അടക്കുവാനുള്ള പെർമിഷൻ മേടിക്കാൻ വേണ്ടി ആരൊക്കെ രംഗത്ത് വന്നത്? നിക്കോദെമൂസ് രംഗത്ത് വരുന്നു, അരിമത്യക്കാരൻ യോസഫ് രംഗത്ത് വരുന്നത്. രണ്ടുപേരും ധനികരാണ്. കാരണം അവർക്ക് ഉന്നതത്തിലുള്ള ആളുകളുമായി റിലേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ നടത്താൻ കഴിയും. ദരിദ്രനായ ഒരാൾ പോയാൽ നീ ആരാണെന്ന് ചോദിക്കും, അല്ലേ? അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ സിസ്റ്റം. അവർക്ക് വിലയില്ലെന്നോ ഒന്നുമല്ല ഈ പറയുന്നത്. പക്ഷേ ഈ ഭൂമിയിൽ ആളുകൾ കാണുന്നത് പലപ്പോഴും ഫൈനാൻഷ്യൽ സ്റ്റേറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അതേ ദേവദാസൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: വി ഷുഡ് ബ്രേക്ക് ദ നെക്ക് ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിൻ്റെ കഴുത്ത് നമ്മൾ ഒടിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം. ചില ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്തോനേഷ്യയിലേക്കുള്ള മിഷൻ ട്രിപ്പ് നമ്മൾ പോയത്. ആ ആഴ്ചയുടെ അവസാനം അതിനുശേഷം ജക്കാർത്തയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഞാൻ ദുബൈയിലെത്തുകയാണ്. കാരണം അന്ന് പിറ്റേ ദിവസം അവിടെ നമ്മുടെ എൻകൗണ്ടർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പം ഞാൻ റൂമിലെത്തി. വളരെ ലേറ്റായിട്ട് എത്തിയത്, അർദ്ധരാത്രിയാണ് ലാൻഡ് ചെയ്യുന്നത്. അതിനുശേഷം റൂമിലെത്തി കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, നല്ലൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ മൂഡിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഒരു വചനം തന്നു. ഞാൻ വേഗത്തിൽ ബൈബിൾ എടുത്തു, തുറന്നപ്പോൾ വായിച്ച ഭാഗം സദൃശവാക്യങ്ങൾ 10:22. സദൃശവാക്യങ്ങൾ 10:22. അതിൽ പറഞ്ഞിരിക്കുന്നത് ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ബ്രിങ്സ് വെൽത്ത് വിതൗട്ട് പെയിൻഫുൾ ടോയിൽ ഫോർ ഇറ്റ്. ഞാനിത് വായിച്ച് കരയാൻ തുടങ്ങി. കാരണം അതൊരു ദൈവിക സ്പർശനത്തോടു കൂടിയാണ് ഈ വചനം എൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വന്നത്. ഇതൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് വായിച്ചിട്ടുണ്ട്, പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ തന്നെയും പറഞ്ഞു കാണും. പക്ഷെ അന്ന് രാത്രിയിൽ അതൊരു എൻകൗണ്ടർ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അതൊരു പുതിയൊരു സാധനമായിട്ട്, ഒരു ന്യൂ റെവലേഷൻ പോലെ എൻ്റെ അകത്തേക്ക് അത് വരികയാണ്. അവിടെ ഈ എൻ്റെ മലയാളത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. 2 ട്രാൻസ്ലേഷൻ ഉണ്ട് സെക്കൻഡ് പാർട്ടിന്. അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. ചില ട്രാൻസ്ലേഷനിൽ പറയുന്നത് അവൻ അതിനോട് കഷ്ടതയെ കൂട്ടിച്ചേർക്കുന്നില്ല. എന്നാൽ ഒരു NIV-യിലെ ഒരുവിധം റീസണബിൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ കാണുന്ന ഇതാണ്: ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ബ്രിങ്സ് വെൽത്ത് വിതൗട്ട് പെയിൻഫുൾ ടോയിൽ ഫോർ ഇറ്റ്. ഇതൊരു ഭയങ്കരമായൊരു ദൈവിക ഇടപെടലായിരുന്നു എൻ്റെ ലൈഫിൽ. അധ്വാനിക്കേണ്ടെന്നോ
ജോലി എടുക്കണമെന്നോ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം. എത്ര അധ്വാനിച്ചാലും, എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും, എത്ര ഇൻവെസ്റ്റ് ചെയ്താലും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഭൗതികമായ റിസോഴ്സസ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയുള്ളൂ. മനസ്സിലാക്കേണ്ടത്, ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ബ്രിങ്സ് സസ്റ്റൈനബിൾ പ്രോസ്പെറിറ്റി. നിലനിൽക്കുന്ന ഒരു ഐശ്വര്യം, നിലനിൽക്കുന്നൊരു സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ദൈവിക അനുഗ്രഹത്താലാണ്. നോട്ട് ബേർഡൻസം ടോയിൽ, കഷ്ടത പിടിച്ചുള്ള ടോയിൽ കൊണ്ടല്ല. ഈ ടോയിൽ എന്ന സാധനം ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ കഷ്ടതയോടുകൂടിയ കഠിനാധ്വാനം, മാനസികമായി തകർന്ന് നാട് ഒടിഞ്ഞ് ഫ്രസ്ട്രേഷനോടുകൂടെ സ്ട്രെസ്സോടുകൂടിയുള്ള അധ്വാനം ശാപമാണെന്നറിയാമോ? അതങ്ങനെ തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാപത്തിന് ശേഷം, വീഴ്ചയ്ക്ക് ശേഷം ദൈവം പാപിനെ ശപിക്കുന്നു, സ്ത്രീയെ ശപിക്കുന്നു, പുരുഷനെ ശപിക്കുന്നു, ഭൂമിയെ ശപിക്കുന്നു. 4 മേഖലകളിൽ ശാപം വരികയാണ്. ആ സമയത്ത് മനുഷ്യനോട് പറയുന്ന, പുരുഷനോട് പറയുന്നതിലാണ് ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. നീ മുഖത്തെ വിയർപ്പുകൊണ്ട് കഠിനമായി അധ്വാനിച്ച് വേണം നീ ഭക്ഷിക്കാൻ. അത് വീഴ്ചയുടെയും ശാപത്തിൻ്റെ ഫലമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ബ്രിങ്സ് വെൽത്ത്. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സമ്പത്ത് വന്നു കയറും. എല്ലാവരും ഇന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ബ്രിങ്സ് വെൽത്ത്. ടൈപ്പ് ചെയ്യുക, ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ബ്രിങ്സ് വെൽത്ത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു. ടൈപ്പ് ചെയ്യുക, അനേക പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, എല്ലാവരും ടൈപ്പ് ചെയ്യുക. അത് എഴുതി വെക്കുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇതിൻ്റെ അർത്ഥം ഇതാണ്, വെൻ ഗോഡ് ബ്ലെസ്സസ് us, He can bring prosperity and wealth into our lives without the stress and hardship that often accompanies worldly success. പലപ്പോഴും കുറേ ആളുകൾ ഭീകരമായി അധ്വാനിച്ചൊക്കെ ഇങ്ങനെ നടുവൊടിഞ്ഞ് പണിയെടുത്ത് ഒക്കെ അത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. എന്നാൽ അത് നിലനിൽക്കണമെന്നുമില്ല. God can give us financial freedom. God can give us financial breakthroughs. നമ്മൾ മനസ്സിലാക്കേണ്ടത്, God is our ultimate provider. നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി നമുക്ക് വേണ്ടി കരുതുകയും നമുക്ക് വേണ്ടി സപ്ലൈ തരികയും ചെയ്യുന്നത് ദൈവമാണ്. സോ ട്രസ്റ്റ് ഗോഡ് ടു സപ്ലൈ വാട്ട് യു നീഡ്. ജീവിതത്തിൽ എന്താണ് ആവശ്യം, അതിൻ്റെ സപ്ലൈ ദൈവത്തിൽ നിന്ന് വരും എന്ന് വിശ്വസിക്കണം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കണം. ഫിലിപ്പിയർ ലേഖനം 4:19 ലോകപ്രസിദ്ധമാണ്. ആൻഡ് മൈ ഗോഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പക്ഷെ അതിനു മുമ്പ് ഈ ഫിലിപ്പിയരോട് ഗോസ്പൽ വർക്കിലെ പാർട്ണർഷിപ്പിന് വേണ്ടി പറയുന്നു. ഫിലിപ്പിയരാണ് ഏറ്റവും കൂടുതൽ പൗലോസിൻ്റെ മിഷണറി യാത്രകളിൽ തന്നെ സഹായിച്ചത്. അതിനാൽ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ കർത്താവ് തീർത്തു തരുമെന്നാണ് അവിടെ പശ്ചാത്തലത്തിൽ വരുന്നത്. അടുത്ത ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുട്ടിങ് ഗോഡ് ഫസ്റ്റ് ഇൻ യുവർ ഫൈനാൻസസ് ബ്രിങ്സ് ബ്ലെസ്സിങ് ആൻഡ് അബണ്ടൻസ്. ദൈവത്തിന് 1-ാം സ്ഥാനം ജീവിതത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ കൊടുത്താൽ കർത്താവ് നമുക്ക് വലിയ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകും. ഇത് പറയുന്നത് സദൃശവാക്യങ്ങൾ 3:9-10 വചനങ്ങളിലാണ്. Proverbs 3:9-10. അതിൽ honor the Lord with your wealth, with the first fruits of your crops. Then your barns will be filled to overflowing, and your vats will brim over with new wine. അതൊരു ഭയങ്കര വാഗ്ദത്തമാണ് അതിനകത്തുള്ളത്. ദൈവത്തെ നിൻ്റെ ധനം കൊണ്ടും നിൻ്റെ വിളവുകളുടെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. ഇന്നത്തെ രീതിയിൽ പറയുവാണെങ്കിൽ നിൻ്റെ സമ്പത്ത് കൊണ്ട് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന, എല്ലാം ദൈവത്തിൽ നിന്നാണല്ലോ വരുന്നത്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് ദൈവത്തെ മാനിക്കുക. അപ്പോൾ വരുന്ന കവിഞ്ഞൊഴുകുന്ന, നിറഞ്ഞൊഴുകുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. സോ ദൈവത്തെ മാനിക്കാമെങ്കിൽ കർത്താവ് നമ്മെ മാനിക്കും. അടുത്ത ഒരു പ്രിൻസിപ്പിൾ, വെൽത്ത് ബിൽഡിംഗ് ഈസ് പോസിബിൾ ത്രൂ
God's strength and guidance. ഈ സമ്പത്തുണ്ടാക്കാൻ ദൈവത്തിൽ നിന്നുള്ള എനേബിളിംഗ് പവർ നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മളെ ശക്തീകരിക്കണം. ഡ്യൂട്രോണമി ചാപ്റ്റർ 8 verse 18, ആവർത്തന പുസ്തകം 8:18 പറയുന്നത്, ബട്ട് റിമെമ്പർ ദ ലോർഡ് യുവർ ഗോഡ്, ഫോർ ഇറ്റ് ഈസ് ഹി ഹു ഗിവ്സ് യു ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് വെൽത്ത്. നിന്റെ ദൈവമായ കർത്താവിനെ ഓർക്കണം, സകലത്തിലും ഓർക്കണം. ജോലിയിലായാലും ബിസിനസ്സിലായാലും പ്രൊഫഷനിലായാലും ഓർക്കണം. ഫോർ ഇറ്റ് ഈസ് ഹീ ഹൂ ഗീവ്സ് യു ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് വെൽത്ത്. അവനാണ് സമ്പത്തുണ്ടാക്കാൻ നിനക്ക് കഴിവ് നൽകുന്നത്. അതിനെക്കുറിച്ച് ഇങ്ങനെ വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. God can give you the enabling power. God can anoint you. God can give you power to produce wealth. സമ്പത്ത് ഉണ്ടാക്കാനുള്ള ശക്തി ദൈവം തരും. ക്രിക്കറ്റ് വേയിലൂടെ ഒത്തിരി പേര് സമ്പത്ത് ഉണ്ടാക്കാറുണ്ട്. ഈ ഗെറ്റ് റിച്ച് ക്വിക്ക് മെത്തേഡ്സ് ഉണ്ട്. പെട്ടെന്ന് ധനവാനാകണം. അതിനു വേണ്ടി ചിലർ ഷോർട്ട് കട്ടുകളിലൂടെ പലതിനെയും വെട്ടിച്ച് തട്ടിച്ച് ആ ചതിയുടെ മാർഗങ്ങളിലൂടെ ഒക്കെ സമ്പത്തുണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട്. നിലനിൽക്കില്ല. താനിടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെ പറന്നു പോകും. ഓട്ടസഞ്ചിയിൽ കൊണ്ടുപോയി ഇടുന്നത് പോലെ ആയിരിക്കും. ഇതെല്ലാം ഒരു ദിവസം നഷ്ടമാണ്. എല്ലാം നഷ്ടമാണ്. കാരണം ലെജിറ്റിമേറ്റ് അല്ലാത്ത, ഡിസർവിങ് അല്ലാത്ത ഒന്നും നിലനിൽക്കുകയില്ല. എങ്ങനെ സമ്പാദിച്ചാലും അത് പോകും. ഒന്നുകിൽ സമ്പത്ത് പറന്നു പോകും, അല്ലെങ്കിൽ ആ വ്യക്തി സമ്പത്തിനെ വിട്ട് പറന്നു പോകും. ഇത് രണ്ടിലേതെങ്കിലും സംഭവിക്കും. ജനറോസിറ്റി ലീഡ്സ് ടു ഓവർഫ്ലോയിങ് റിട്ടേൺ. ഗോഡ് റിവാർഡ്സ് ദി ഓപ്പൺ ഹാൻഡഡ്. ഇനി അടുത്തൊരു പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, സാമ്പത്തികമായ മേഖലയിലെ ജയത്തിനാവശ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജനറോസിറ്റി ലീഡ്സ് ടു ഓവർഫ്ലോയിങ് റിട്ടേൺ. ധാരാളമായി കൊടുത്താൽ ധാരാളമായി കിട്ടും. ഗോഡ് റിവാർഡ്സ് ദി ഓപ്പൺ ഹാൻഡഡ്. തുറന്ന കൈകളോടെ കൊടുക്കുന്നവരെ ദൈവം പ്രതിഫലം നൽകി മാനിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 6:38 കാണുന്നത്, ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ, ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് നമ്മളെല്ലാവരും സ്കൂൾ ജീവിതകാലത്ത് തന്നെ നമ്മൾ ടേബിൾസ് പഠിച്ചു. പട്ടികകൾ, സങ്കലന പട്ടിക, ഹരണ പട്ടിക, ഗുണന പട്ടിക തുടങ്ങി പല ടേബിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പം എൻ്റെ കയ്യിലുള്ളൊരു സാധനം എടുത്തൊരാൾക്ക് കൊടുത്താൽ അത്ര എനിക്ക് കുറഞ്ഞു, മാത്തമാറ്റിക്സ് അനുസരിച്ച് കുറഞ്ഞു. പക്ഷേ ദൈവം പറയുന്ന അങ്ങനെയല്ല, കുറേയല്ല, കൂടുകയാണ്. ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കാരണം എ ഗുഡ് മെഷർ പ്രസ് ഡൗൺ ഷേക്കൻ ടുഗെദർ റണ്ണിങ് ഓവർ വിൽ ബി poured into your lap. കർത്താവ് പറയുന്നത് അങ്ങനെയല്ല മക്കളെ. കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദൈവരാജ്യത്തിലെല്ലാം ഉൾട്ടയാണ്. മുകളിലേക്ക് ആർക്കെങ്കിലും പോകണോ, താഴേക്ക് പോയാൽ മതി. വലിയ ആളാകണോ, എല്ലാവരുടെയും ദാസനായ മതി. ഇങ്ങനെ ദൈവരാജ്യത്തിൽ സകലവും തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സിസ്റ്റം അല്ല ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം. ഓൾറൈറ്റ്. അതുകൊണ്ട് കർത്താവ് ദൈവജനത്തിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, ഗീവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. സുവിശേഷ പ്രവർത്തനങ്ങൾ കൊടുക്കുക, ദൈവീയ വേലയ്ക്ക് കൊടുക്കുക. ഇതിനെതിരെയൊക്കെ ഭയങ്കരമായി ആളുകൾ ശക്തമായി അതിൻ്റെ വിപരീതമായ ടീച്ചിങ്സുമായി രംഗത്തുണ്ടെന്ന് എനിക്കറിയാം. അവർ പറയും, ഇങ്ങനെയുള്ള ദൈവിക ശുശ്രൂഷ എന്ന് പറഞ്ഞ, സുവിശേഷം എന്ന് പറയുന്ന ഒന്നിനും കൊടുക്കരുത്, നിങ്ങൾ കൊടുക്കേണ്ടത് ദരിദ്രർക്കാണ്. കർത്താവ് പറഞ്ഞ ദരിദ്രരെല്ലാം ഇപ്പോൾ നിങ്ങളോട് കൂടെ ഉണ്ട്. ഇതിങ്ങനെയൊക്കെ പറയുന്ന പല ടീച്ചിങ്സ് കാണും. ഇതിന് കാരണം ഇതാണ്, പിശാച് നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള ടീച്ചിങ്സ് കയറി വരുമ്പോൾ നമ്മൾ കൊടുക്കാതാവും. അതോടുകൂടെ സാമ്പത്തിക സ്രോതസ്സുകളുടെ വായ അടഞ്ഞു പോകും.
ആ ഉറവുകൾ അടഞ്ഞു പോകും. ഇപ്പോൾ അറിയില്ല, പെട്ടെന്നൊന്നും അല്ല ഇത് സംഭവിക്കാൻ പോകുന്നത്. കുറേ കഴിയുമ്പോൾ ഓരോന്നായി നഷ്ടപ്പെട്ട് ശിഥിലമായിക്കൊണ്ടിരിക്കും. കാരണം ജനറോസിറ്റിയാണ് റിവാർഡ് കൊണ്ടുവരുന്നത്. മറ്റൊരു നല്ല വചനം തരാം. അതിൽ പറയുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്: ഫൈനാൻഷ്യൽ വെൽബീയിങ് അലൗസ് യു ടു എബൗണ്ട് ഇൻ ഡൂയിങ് ഗുഡ്. സാമ്പത്തികമായൊരു ക്ഷേമമുണ്ടായാൽ, സാമ്പത്തികമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്നിരിക്കട്ടെ, നാം അനുഗ്രഹിക്കപ്പെട്ടെന്നിരിക്കട്ടെ, അതിനാൽ നമുക്ക് നന്മകൾ ഒത്തിരി ചെയ്യാൻ കഴിയും. ശരിയല്ലേ? നന്മകൾ ഒത്തിരി ചെയ്യാൻ കഴിയും. 2 Corinthians 9:8, 2 Corinthians 9:8, and God is able to bless you abundantly, so that in all things at all times, having all that you need, you will abound in every good work. And ultimate, എൻ്റെ മലയാളം വായിക്കണം: നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകും. ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ ഭാഗങ്ങളെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഓർമ്മ കാണും. ഈ 2 Corinthians 8-9 മൊത്തം പണത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അതിലെ കുറേയധികം പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ ഭാഗത്ത് നമ്മൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ, ജനറോസിറ്റി നിമിത്തം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചു കഴിയുമ്പോൾ സകല പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പെരുകി വരുവാൻ കഴിയും. കാശുണ്ടെങ്കിൽ ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്യാം, സുവിശേഷ വേല കൊടുക്കാം, മിഷൻ പ്രവർത്തനങ്ങൾ കൊടുക്കാം, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണികൾക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ദരിദ്രരെ സഹായിക്കാനും ഉപയോഗിക്കാൻ കഴിയും. ഓൾറൈറ്റ്. അടുത്തത്, ഗിവിങ് ഇൻവൈറ്റ്സ് ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. നമ്മൾ കൊടുക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നത് മാത്രമല്ല, ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്, നിറഞ്ഞ കവിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന അനുഗ്രഹം ഉണ്ടാകുകയും ഉള്ള സമ്പത്തിനെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് മറ്റൊരു പ്രത്യേകത. മലഖായി ചാപ്റ്റർ 3 and verse number 10. മലാഖി പ്രവചനം 3:10 കർത്താവ് പറയുക, ബ്രിങ് ദ ഹോൾ ടൈത്ത് ഇൻ ടു ദ സ്റ്റോർ ഹൗസ്. ഇത് പഴയ നിയമത്തിലെ യഹൂദൻ്റെ സിസ്റ്റമാണ്, പ്രിൻസിപ്പിളാണ് ഞാൻ എടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ദശാംശം മുഴുവൻ ആലയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവിൻ. ടെസ്റ്റ് മീ ഇൻ ദിസ്. ഇതിൽ നിങ്ങൾ എന്നെ പരീക്ഷിച്ചു നോക്ക്. സേസ് ദ ലോർഡ് ഓൾമൈറ്റി. സർവശക്തനായ കർത്താവ് പറയുക. ആൻഡ് സീ ഇഫ് ഐ വിൽ നോട്ട് ത്രോ ഓപ്പൺ ദ ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ അല്ലെങ്കിൽ ആകാശത്തിലെ ഫ്ലഡ് ഗേറ്റ്സ്, കിളിവാതിൽ എന്നാണ് മലയാളം പരിഭാഷ. ഫ്ലഡ് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ കിളിവാതിലല്ല. ഫ്ലഡ് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ അണക്കെട്ടുകളുടെയൊക്കെ ചീപ്പുകൾ, ഷട്ടറുകൾ തുറക്കുന്നത് പോലെ തുറന്ന്, ഞാൻ നിങ്ങളെ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കയില്ലയോ. വേറെ സ്ഥലത്ത് അതിനുശേഷമൊക്കെ പറയുന്നുണ്ട്, തുള്ളനും വെട്ടുക്കിളയും ഒന്നും നിങ്ങൾക്കുള്ളതൊന്നും തിന്നു കളയാതെ വണ്ണം നിങ്ങൾക്കുള്ളതിനെ ഞാൻ സംരക്ഷിക്കും. അപ്പോൾ ഒന്ന്, ഭയങ്കരമായി അബണ്ടന്റ് ബ്ലെസ്സിങ്സ്. 2, ഉള്ളതിനെ കർത്താവ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു സസ്റ്റെയിൻ ദ റൈച്ചസ് ത്രൂ എവ്രി സീസൺ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പല സീസൺ ഉണ്ടല്ലോ ലോകത്തിൽ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും റിസഷൻ വരുന്നത്, ക്ഷാമം വരുന്നു, സാമ്പത്തിക മാന്ദ്യം വരുന്നു, പണപ്പെരുപ്പം വരുന്നു, GDPയിൽ ഫോൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ പലതും ഈ ഭൂമിയിൽ നടക്കും, ലോകത്തിൽ നടക്കും. പക്ഷേ ദൈവം തൻ്റെ മക്കളോട് വിശ്വസ്തരായതുകൊണ്ട് തൻ്റെ മക്കളെ എല്ലാ സീസണിലും കർത്താവ് പരിപാലിക്കും. ഫോർ എക്സാമ്പിൾ, Psalm 37 verse number 25. സങ്കീർത്തനങ്ങൾ 37:25, I was young and now I'm old, yet I have never seen the righteous forsaken or their children begging bread. ഇതൊരു ഭയങ്കര വചനമാണ്. ഞാൻ ബാലനായിരുന്നു, എന്നാൽ ഇപ്പോൾ വൃദ്ധനായി. പെട്ടെന്നാണ് വർഷങ്ങൾ പോകുന്നത്. ഒരാൾ ഒരു ദിവസം കയ്യിലേക്ക് നോക്കിയിട്ട് പറയുന്നത് ഞാൻ കേട്ടു, വാട്ട് ഈസ് ദിസ്? ഈസ് ദിസ് മൈ ഫാദേഴ്സ് ഹാൻഡ്?
ഈ കുറേ നാൾ ഈ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ കൈ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ചുളുങ്ങി താൻ പ്രായമായപ്പോൾ ചുളുങ്ങിയതുപോലെ. പക്ഷെ താനൊരു യുവാവായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് തൻ്റെ കയ്യിലൊക്കെ ചുളിവുകൾ വന്നിരിക്കുന്നു. വാട്ട്, എൻ്റെ ഫാദറിൻ്റെ കൈ പോലെ ഇരിക്കുന്നു എന്നതുപോലെ പെട്ടെന്നാണ്. ഞാൻ ബാലനായിരുന്നു, ഇതാ വൃദ്ധനായി തീർന്നിരിക്കുന്നു. Yet I have never seen the righteous forsaken, or their children begging bread. എന്നാൽ ഒരിക്കൽ പോലും എൻ്റെ ബാല്യകാലം മുതൽ വാർദ്ധക്യം വരെയുള്ള ഈ പതിറ്റാണ്ടുകൾ മുഴുവൻ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടു നീതിമാൻ അപ്പം ഇരക്കുന്നത്, അവരുടെ മക്കൾ അപ്പം ഇരക്കുന്നത്, നീതിമാൻ കൈവിടപ്പെട്ടു പോകുന്നതോ മക്കൾ അപ്പം ഇരക്കുന്നത് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ എല്ലാ സീസണുകളിലും കർത്താവ് നമ്മെ പരിപാലിക്കും. ഞാനിങ്ങനെ വിശ്വസിക്കുക. ഈ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ലൈവായിട്ടോ ഇതിനുശേഷം റീപ്ലേയോ കാണുന്ന എല്ലാവരെയും കർത്താവ് സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. കൈനീട്ടാണ് കർത്താവേ, ഇവരെല്ലാവരെയും അങ്ങ് തുടരണമേ. ക്ഷാമകാലത്ത് പോലും ക്ഷേമമായി നടത്തുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. കർത്താവ് വരുമാന സ്രോതസ്സുകളെ തുറന്നു കൊടുക്കണമേ. തുള്ളനും വെട്ടുക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി കൊടുക്കണമേ. നഷ്ടപ്പെട്ടു പോയത്, അന്യാധീനമായി പോയത്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കേണ്ടത്, നിങ്ങളെ മക്കൾ അനുഭവിക്കേണ്ടത് മറ്റൊരാളുടെ കയ്യിൽ, മറ്റു ചിലരുടെ കയ്യിലായിപ്പോയി. അവർ വഞ്ചിച്ചു. യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളത് മടങ്ങി വരട്ടെ. നല്ല ജോലി ഉണ്ടാകട്ടെ, നല്ല ഭവനങ്ങളുണ്ടാകട്ടെ, നല്ല വാഹനങ്ങളുണ്ടാകട്ടെ, ജീവിത സാഹചര്യങ്ങളുണ്ടാകട്ടെ. എന്നാൽ അതിലൂടെ എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. കൂടാതെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ സൽപ്രവൃത്തികളിൽ തികഞ്ഞു വരുവാൻ എല്ലാവരെയും സഹായിക്കണം. ദൈവത്തെ മാനിക്കാൻ സഹായിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണികൾക്കായി ഉപയോഗിക്കാൻ സഹായിക്കണമേ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന പൂർണ്ണ സൗഖ്യമാണ്. ക്യാൻസർ മുതൽ സകല രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്. എയ്ഡ്സ് സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ. ദുശീലങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഇതിൻ്റെ ലിങ്കുകൾ ദയവായി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ ബൈ.